നമസ്കാരം. ഞാൻ ഇന്ന് പ്രവചിക്കാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 പുതുവർഷത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇന്നിവിടെ പ്രവചിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് വിദേശ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയ ശേഷം ഇവിടെ ചികിത്സിക്കുന്നതിനുള്ള ലൈസൻസ് പരീക്ഷയ്ക്കോ കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം തന്നെ ലൈസൻസ് ലഭിക്കുന്നതാകുന്നു. പൂജാരികൾക്കും മന്ത്രവാദികൾക്കും അവരുടെ വിലയേറിയ സഹായം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നുള്ളൊരു സമയമാണിത്. താന്ത്രിക യോഗ്യത നേടിയവർക്ക് ഗുണമുള്ള സമയമാകുന്നു. സംഗീതം പഠിച്ചവർക്ക് അവരുടെ അരങ്ങേറ്റം നടത്തുന്നതിനും സദസ്സുകളിൽ സംഗീതം അവതരിപ്പിക്കുന്നതിനും അവർക്ക് ഒരു നല്ല സമയമാകുന്നു ഇത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും സമയം നല്ലതാകുന്നു. പ്രമോഷനും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും സാധിക്കുന്നു. ജ്യോതിഷ ശാസ്ത്രം പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണമുള്ളൊരു സമയമാണിത്. ഔഷധ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ്. ഔഷധ വിതരണത്തിനും വിൽപ്പനയ്ക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതിൻ്റെ വ്യാപാരത്തിനും എല്ലാം നല്ലൊരു സമയമാണ്. നാൽക്കാലികളെ വളർത്തി വ്യാപാരം നടത്തുന്നവർ, അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും വളരെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധനലാഭം ഉണ്ടാകേണ്ട സാധ്യത ഉള്ള ഒരു സമയമാണ്. വിചാരിക്കുന്ന കാര്യമെല്ലാം നടന്നു കിട്ടുന്ന ഒരു അനുകൂല സമയമാണിത്. ധാന്യ സമൃദ്ധി കാണുന്നു. അതായത് തോട്ടങ്ങൾ വാങ്ങുന്നതിനും അവിടെ കൃഷി നടത്തുന്നതിനും അതുവഴി ധാരാളം പണം സമ്പാദിക്കുന്നതിനും സാധിക്കുന്നു. കുടുംബത്തിൽ മനസമാധാനം ലഭിക്കുന്നതിന് സാധിക്കുന്നു. ഏതെങ്കിലും അധികാര കസേരകളിൽ ഇരുന്ന് അധികാരം വെച്ച് ഭരണം നടത്തുന്നതിനും സാധിക്കുന്നു. കർമ്മങ്ങൾ ദൈവികമായിരുന്നാലും ദാനധർമാദികളായിരുന്നാലും അതിനെല്ലാം പ്രയോജനം ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ മൂലനക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനീ പറയുവാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എല്ലാ സുഖങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണ്ടും വണ്ണം ഉപയോഗിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയാനും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പരസ്പരം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി സമാധാനമായിട്ട് ജീവിക്കുക. കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുക. പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ചിലത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാൻ ഇടയാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വ്യക്തമായതും ഉറപ്പില്ലാത്തതുമായ രീതിയിലുള്ള ഒരു ഡോക്യുമെൻസൊക്കെ വാങ്ങി വെച്ചിട്ട് പണം കടം കൊടുക്കരുത്. അത് തിരികെ കിട്ടാൻ സാധ്യതയില്ല. വ്യക്തമായ ഉറപ്പിന്മേൽ മാത്രം കൊടുക്കുന്നതെല്ലാം തിരിച്ചു കിട്ടും. എല്ലാ സുഖ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചില സമയം അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരാം. എന്ന് പറഞ്ഞാൽ അനുഭവയോഗ്യം ഇല്ലാതായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാൽ ശ്രീ മഹാലക്ഷ്മിയെ വേണ്ടുവിധം പൂജിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാന കാരണം. മഹാലക്ഷ്മി ദേവിയെ വേണ്ടുവിധം പൂജിക്കുക. അപ്പോൾ ഐശ്വര്യങ്ങളെല്ലാം വീട്ടിൽ നിലനിൽക്കും. നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളതെല്ലാം ഉപയോഗിക്കാനും സാധിക്കും. ബന്ധുക്കളോട് നിങ്ങൾ വേണ്ടവണ്ണം പെരുമാറണം. നല്ല രീതിയിൽ അവരോട് പെരുമാറിയാൽ അവർ നിങ്ങളെ പല രീതിയിലും സഹായിക്കും. രക്തസംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരക്ഷീണം, അലസത, രുചിയില്ലായ്മ, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്, ആവശ്യമാണ്. എവിടെയും ബുദ്ധിപരമായി നീങ്ങുക. ആലോചനാശേഷിയും ഒപ്പം ഉണ്ടായിരിക്കണം. ആരെയും വെല്ലുവിളിച്ച് വാതുവയ്പ് മുതലായവയിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കുക. ലേലം വിളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നിങ്ങൾ അകന്ന് നിൽക്കുക. കാരണം നിങ്ങളങ്ങനെ വാതുവയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മേലധികാരികൾ എന്നിവർ എത്ര തന്നെ നിർബന്ധിച്ചാലും നിങ്ങളുടെ പണം ദേശസാൽകൃത ബാങ്കിൽ മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കാവൂ. അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ, ആപത്തുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുവഴി എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ വായുദേവനെ പൂജിക്കുക. നിങ്ങളുടെ പക്ഷിയായ കോഴിയെ നിങ്ങൾ വളർത്തുക. നിങ്ങളുടെ വൃക്ഷമായ വയനം എന്ന വൃക്ഷത്തെ നിങ്ങൾ പരിപാലിക്കുക, വന്ദിക്കുക. നിങ്ങളുടെ മൃഗമായ ശോവിനെ ഉപദ്രവിക്കരുത്. ഇഷ്ടദൈവമായ ഗണപതിയെ നിത്യവും പൂജിക്കുക. ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മൂലനക്ഷത്രം വരുന്ന ദിവസവും ഗണപതി ക്ഷേത്രത്തിൽ പോയി
ഹോമം നടത്തുന്നത് നല്ലതാകുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനവും നല്ലതാകുന്നു. നിങ്ങൾക്ക് ഈ പുതുവത്സരത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ജ്യോതിഷ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണത്തിനുള്ള സംശയങ്ങൾക്കോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്കോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ എന്നോട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.